നമ്മളിപ്പോൾ ഉള്ളത് ശബരിമല വനപാതയിലാണ്. ഇവിടെ ഒരു കുറെ കുടുംബങ്ങൾ വനത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ആനയൊക്കെ വരുന്ന ആനത്താരയിൽ ഈറുമാടമൊക്കെ കെട്ടി അവരെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അതിൽ ശബരിമല റൂട്ടില് ലാഹ വനത്തില് കുറച്ച് ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതിൽ ഒരു വീട്ടുകാരെ പ്രത്യേകിച്ച് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഫേമസ് ആയിട്ടുള്ളവരാണ്. അവരെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഈ റോഡ് സൈഡ്, ഇത് ശബരിമലയ്ക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആന ഒരുപാട് വരും. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആനയാണ്. പ്രത്യേകിച്ച് ഒരു 5 മണിയാകുമ്പം ആന ഇവരുടെ വീടിൻ്റെ മുറ്റത്തൂടെ നടന്നു വരുമെന്ന് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ട്, ഒരു ട്രീ ഹൗസ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ ചാടി ആ ട്രീ ഹൗസിൽ കയറും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ ഒരു ഹസ്ബൻഡും വൈഫും 3 പിള്ളേരുമാണ് ആ വീട്ടിലുള്ളത്. 3 ആണോ 4 ആണോ അവരോട് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. അത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ്. ആ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും ആന ഇവിടെ വന്നു. അപ്പം പുള്ളിക്കാരി പെട്ടെന്ന് ഓടി ആ മരത്തിൻ്റെ മുകളിൽ കയറിയെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ വീടും അതൊക്കെ ഒന്ന് കാണാം. ഇതാണ് അവരുടെ ഏറുമാടം, അല്ലെ ട്രീ ഹൗസ്. അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ കയറി ആ മുകളിലത്തെ തട്ടി ചെന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലും കയറണം. ഏറ്റവും മുകളിൽ കയറി അവിടെ ഇരിക്കും. അപ്പോൾ ആന ഇങ്ങനെ അതിനോട് ചേർന്ന്, ആ മരത്തോട് ചേർന്ന് ഇങ്ങനെ ആന പോകും. അതാണ് ഇവരുടെ വീടും ഇതാണ് കേട്ടോ. ഇവർ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരുപാട് വീടുകൾ ഈ ഭാഗത്തുണ്ട്, ഇതിനോട് ചേർന്ന് ഇങ്ങോട്ടുണ്ട്. ഇതൊക്കെ ആനത്താരയിലാണ് പല വീടുകളും ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ആന വരുന്നത്, ഈ കാണുന്നിടത്തു നിന്ന് ദൂരെ ആന വരുന്നത് കാണുമ്പോൾ ഇവർ ഈ മരത്തിൻ്റെ മുകളിൽ കയറും. നോർത്ത് നോക്കണേ അവരുടെ ആ ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇവർ കാട്ടിൽ തേനെടുക്കാൻ പോയും കാട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ചും കാട്ടിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നാട്ടിൽ വിറ്റും അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവരോട് സംസാരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. നിങ്ങൾക്കും ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ കാണാൻ വേണ്ടി ഈ വഴി പോകാം, പോയിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാം. പ്ലാസ്റ്റിക് ഒന്നും ഇടല്ല, പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. വലിയ വാഹനങ്ങളൊന്നും വരാത്ത ഇടമാണ്. സന്ധ്യ കഴിഞ്ഞ് അങ്ങോട്ടൊന്നും പോകാതിരിക്കുക. ആ നാട്ടുകാരല്ലാത്തവർ സന്ധ്യ കഴിഞ്ഞ് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളിപ്പം ഉച്ച കഴിഞ്ഞ് 2 മണി 3 മണി സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴേ അവർ പറഞ്ഞു 5 മണി കഴിയുമ്പോൾ മിക്ക ദിവസവും ആന വരുമെന്ന്. ആനത്താരയോട് ചേർന്നിരിക്കുന്ന വീടാണ്. അടച്ചുറപ്പുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഈറ്റ കൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയൊരു വീട്. ഇതാണ് അവരുടെ ഏറുമാടം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഏറ്റവും മുകളിൽ ആ ടാർപ്പ വിരിച്ചിട്ടിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടെയാണ് അവർ കയറിയിട്ട് സുരക്ഷിതമായിട്ട് ആന പോകുമ്പോൾ ഇരിക്കുന്നത്. ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡിനോട് ചേർന്ന് അതിൻ്റെ ഇടതുവശത്താണ് അവരുടെ വീടും ഈ വളരെ പ്രസിദ്ധമായ ഈ ഒരു ഏറുമാടം എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് വീട്. ആനത്താരയാണ്, ആന നടന്നു വരുന്ന വഴിയാണ്. ഇതുകൂടാതെ അവിടെ കുറേ വീടുകൾ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വേറെ ഉണ്ട്. അവിടെ ദൂരെ കാണുന്ന ഒരു ബോർഡ് ഞാൻ സൂം ചെയ്തൊന്ന് കാണിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയ എന്നാണ്. അതായത് ആനത്താരയാണ്, ആന റോഡ് ക്രോസ് ചെയ്യുന്നിടമാണെന്നാണ്. അവിടെയാണ് അവർ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പകൽ പോലും പോകാൻ പേടിയുള്ളൊരു സ്ഥലമാണ്. അവിടെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ താമസിക്കുകയാണ്. ഒരു മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ. ഇതിന് അടുത്തുള്ള വീടുകളെല്ലാം ഇതുപോലെ തന്നെയാണ്. എനിക്കൊന്ന് ഈ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏറുപാടവും സൗകര്യവും. ബാക്കി അവിടെയെങ്ങും ഇതൊന്നും ഇല്ല. കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ കിടക്കുകയാണ്. അത് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ് ഈ വനമെന്ന് പറയുന്നത്. ശബരിമല പൂങ്കാവനമാണ്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. സിംഹം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും കാണും. പക്ഷെ അവരവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. വളരെ അത്ഭുതകരമായ ജീവിതമാണ് അവർ.